എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള കോട്ടയം കുമളി റോഡിലെ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിലാണ്. പുത്തേ ട്രാവൽ വ്ളോഗിന്റെ കുട്ടിക്കാനം ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ KK റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു മെയിൻ അട്രാക്ഷനായി വെള്ളച്ചാട്ടം. അപ്പോൾ മഴക്കാലത്തെ ഉള്ള ഇതുപോലെ വെള്ളമൊക്കെ വേനൽക്കാലത്ത് മൊത്തം പറ്റി വരേണ്ട ഇടയ്ക്കായിരിക്കും. ഉണ്ട്, നല്ല വെള്ളച്ചാട്ടം. ഇവിടുന്ന് കുട്ടിക്കാനത്തിന് കുറച്ചേ ഉള്ളൂ, കുട്ടിക്കാനത്തിന് അടുത്തായി വെള്ളച്ചാട്ടം. നന്നായിട്ട് എറിച്ചിലടിക്കുന്നുണ്ട് വെള്ളം, നന്നായിട്ട് എറിച്ചിലടിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് വീട് കിടക്കുന്നതായിരിക്കും. കൊറേ തോന്നുന്നത് എനിക്ക്. ഇന്ന് ഞാൻ മോനോട് പറഞ്ഞേ ഇതുപോലൊരു മോളുണ്ടായ അത്രയ്ക്ക് സന്തോഷം. എങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് ലഡാക്കിലും അവിടെ ഇവിടെ എല്ലാം കാണാൻ പഠിച്ചെന്നാ പറഞ്ഞ. ഭയങ്കര സന്തോഷം. താങ്ക് യു. പൊന്നു പൊന്നു അവളെ ഭയങ്കര സന്തോഷം കേട്ടോ. അയ്യോ നിങ്ങളെ കാണാൻ പറ്റിയല്ലേ ഇവിടെ, ഭയങ്കര സന്തോഷം മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്രയും ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും മോളെ എല്ലാരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമല്ലോ. കുട്ടിക്കാനം പോയാണോ? അല്ലവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ, പാഞ്ചാലിമേട്. ഞങ്ങൾ അടൂരാ സ്ഥലം. ഞങ്ങളും പാഞ്ചാലിമേട് പോയിട്ട് വന്നാ. ഇപ്പഴും പറയും കേട്ടോ തൂക്കാനേ ലോറി തൂക്കാൻ പോയത് ഇപ്പഴും ശരിയായോ. ഭയങ്കര സന്തോഷം കണ്ടതില് കേട്ടോ. ഭയങ്കര റെജീന. ഇനി വന്നോളൂ ഇങ്ങോട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല, പാഞ്ചാലിമേട്ടോട്ട് വന്നേ. അപ്പൊ ഇവിടെയും കൂടെ കണ്ടിട്ട് കണ്ടത് കൊണ്ട് കാര്യമായി. നിങ്ങളെല്ലാം കണ്ടല്ലോ, ഇന്നലെ കണ്ടു. ആരെ കണ്ടു പേടിച്ചിരിക്കുകയൊക്കെ ചെയ്തു. എന്നാ പിന്നെ നമുക്ക് നേരെ കുട്ടിക്കാനം വിട്ടേക്കാം. നമ്മള് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടുത്ത ലക്ഷ്യം കുട്ടിക്കാനം. അപ്പൊ ഇന്നലെ നമ്മള് വൈകുന്നേരം വീട്ടിൽ നിന്ന് പോകുന്നതാണ്. വൈകുന്നേരം അല്ല, രാത്രി വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പൊ ഈ യാത്രയില് മുത്തുണ്ട്, ഞാനുണ്ട്, പൊന്നുകുട്ടിയുണ്ട്, നാവിക്കുട്ടിയുണ്ട്, ചേട്ടായി ഉണ്ട്, രാശേട്ടനും ഉണ്ട്. അപ്പൊ കുഞ്ഞിക്കണ്ണനും അച്ഛമ്മയും ചേച്ചിയും കുഞ്ഞിക്കിളിയും വന്നില്ല. അവര് 4 പേരും വീട്ടില്, ബാക്കി എല്ലാരും ഉണ്ട്. അതെ, പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടോണ്ട് വന്നില്ല. രാമിക്ക് ക്ലാസ് തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്, ചെറിയൊരു ട്രിപ്പ് വെച്ച്. അപ്പൊ നമ്മൾ ഈ കോട്ടയം കുമളി റൂട്ട് യാത്ര ചെയ്യുമ്പോൾ മഴക്കാലത്ത് അടിപൊളി റൂട്ടായത്. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാ. അത് ശരിയാ, നിറച്ച് പച്ചപ്പും വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടവും. അതെ അതെ, കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു നല്ല വൈബാ. അത് തന്നെ. ഒരാള് വന്നേക്ക്. അതെ അതെ, വരുന്നു. ഇതേണ്ടേ മങ്കോസ്. അപ്പൊ ചേച്ചി നമ്മുടെ ഫാമിലി മെമ്പർ ആണ്. ചേച്ചിയുടെ പേരെന്നാ? അനു. അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഇത് ഇവിടെ വളർത്തുന്നതാണോ? പക്ഷേ ഇവിടെ തന്നെ ഉള്ളതാണ്. ഫാം ഉണ്ട് അവിടെ നിന്നുണ്ടെന്ന്. ഇവിടെ വളർത്തുന്നതാണെന്നല്ലേ, ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണെന്നാ ഉദ്ദേശിച്ചത്. അതെ, പെട്ടെന്ന് മറപ്പേതാ. തയ്യുണ്ടല്ലേ? അടിപൊളി. ഏതൊക്കെ ആയാലും ഇങ്ങോട്ട് വന്നപ്പോഴേ മഞ്ഞൊക്കെ മാറി ഒരു ചെറിയ തെളിച്ചം, വെയിൽ തെളിയാൻ തുടങ്ങി. അപ്പോഴേ നമുക്ക് ഇതിലെ ലെഫ്റ്റാ പോകണ്ടേ, അമ്മച്ചിക്കൊട്ടാരം ഒന്ന് കാണാൻ പാ. പക്ഷെ അപ്പുറം പോയി തിരിച്ചോണ്ട് വരാം. ഇല്ല, ഇവിടെ വളമായോണ്ട് അതിലെ വണ്ടി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം വാഗമൺ 23, പീരുമേട് 4 കിലോമീറ്റർ, തേക്കടി 41 കിലോമീറ്റർ, കട്ടപ്പനയ്ക്ക് ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് കുട്ടിക്കാനം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഏലപ്പാറ, കട്ടപ്പന, നെടുങ്കണ്ടം. റൈറ്റിലേക്ക് പോയാൽ കുമളി, തേക്കടി, പീരുമേടൊക്കെ, വണ്ടിപ്പെരിയാറൊക്കെ. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് പോകാം. അപ്പൊ എന്നിട്ട് തിരിച്ചു കയറി വരാം. അമ്മച്ചിക്കൊട്ടാരം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഇതിലെ ഒരു 1 കിലോമീറ്റർ പോയാൽ മതി അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക്. PWD ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കുട്ടിക്കാനം. കുട്ടിക്കാനം പണ്ട് ആർക്കും വേണ്ടാത്ത സ്ഥലമായിരുന്നു. എപ്പോഴും ചാറ്റൽ മഴയും മൂടൽമഞ്ഞും ഒക്കെ ആയിട്ട് ആർക്കും വേണ്ടാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഡിമാൻഡായിപ്പോയി. ഒരുപാട് റിസോർട്ടുകളും ഒക്കെ വന്നു.
നല്ലൊരു ഹിൽ സ്റ്റേഷനായിട്ട് മാറി. ഈ അമ്മച്ചി കൊട്ടാരത്തില് ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളല്ലേ. കാരവനും കൊണ്ട് പോകുമ്പോഴേ സൈഡൊക്കെ വരുന്നുണ്ടോ സൂക്ഷിച്ചു പോണം, നോക്കണം. അതൊക്കെ കഴിഞ്ഞ ദിവസം സ്റ്റാലിനും കൊണ്ട് പോയത് ഒന്നും നോക്കണ്ടായിരുന്നു, ചുമ്മാ അങ്ങ് പോയാ മതി. ചുമ്മാ പോയാ മതിയായിരുന്നു. പെയിന്റ് പോകുന്നുള്ള പേടിക്കുകയും വേണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് ആ വണ്ടിക്ക് പെയിന്റ് അടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു പെയിന്റ് അടിക്കണ്ടല്ലോ, പെയിന്റ് അടിച്ചാലല്ലേ ഒരു എന്നുള്ള ടെൻഷനുള്ളൂ. അതെ, പെയിന്റ് ഇല്ലെങ്കിൽ ആ കുഴപ്പമില്ലല്ലോ. എവിടെ വെള്ളം കൊണ്ടാ. അപ്പോഴേ നമ്മളെ കാരവൻ ഇവിടെ ഒതുക്കിയിടാം, അങ്ങോട്ട് പോവല്ല. ചെറിയ വഴിയാ, പിന്നെ വേപ്പോ കേറിക്കോ കേറിക്കോ. ഇവിടെ വരുമ്പോഴേ ഇതുണ്ടോ, ഇതൊരു വനത്തിലോട്ട് കയറിയ പോലെ. ആ സ്റ്റാർട്ടിങ് ഉള്ള പോഷൻ കഴിഞ്ഞായിരുന്നു ഇങ്ങോട്ട് കാരവൻ വരുമായിരുന്നു. ഇത് ഭയങ്കര കുളമാണല്ലോ, വഴിയെല്ലാം പോയി കിടക്കുക. അവിടെ എന്നാ വെച്ചാൽ 2 സൈഡ് ഒരേ വന്നേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡ്രൈവറാണ്, ഇതാണ് ഡ്രൈവർ സ്പൾബർഗ്. അങ്ങനല്ല ചാത്തുണ്ണി, ഇതേ കുണ്ടിലും ഇതേ കുഴിയിലൂടെയും ചെളിയിലൂടെ ഒക്കെ പോകുന്നത് കറക്റ്റാ. സിക്കിമിലെ ഡ്രൈവറെ പോലെ ആവണോ? അത് സിക്കിം, ഇത് നമ്മള് കേരളമാ. പോരാന്ന് വെച്ചാൽ ഇത് ഹമാരാ ഗാഡി. അല്ല ഗാഡി കോൺസാബീര എന്തോ, പക്ഷെ ആദ്യം എല്ലാം സെയിം. അപ്പം നമുക്ക് ഇവിടെ വണ്ടി ഇട്ട് നടന്നു വരാനുള്ള ദൂരം ഉള്ളായിരുന്നു. അവിടെ വണ്ടി ഇട്ടാലും ഗേറ്റൊക്കെ അടച്ചേക്കുക. അപ്പോൾ ഇതിനകത്തൂടെ കയറി പോകണം. അപ്പുറത്തൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിലേമ്പാ നമ്മൾ കുറുക്ക് വഴി ചാടി. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ട്, ചരിത്ര സ്മാരകമാണ് ഈ അമ്മച്ചി കൊട്ടാരം. അപ്പം ഇതാണ് അമ്മച്ചി കൊട്ടാരം. ഇപ്പോൾ പണ്ട് കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ അമ്മച്ചി കൊട്ടാരം. നീ ചെറുത് വെക്കാതെ പേടി, എനിക്ക് എന്നെ പേടി. അവനൊരു ഡാൻസ് കളിക്കട്ടെ, അവൻ ഡാൻസ് വേനൊന്നും ഇല്ല അതിന്. പ്രകാശനങ്ങളും പേടിച്ചു, ദാമിക്കുട്ടി അതിലും പേടിച്ചു. പ്രകാശനല്ല ആകാശൻ. അതെ, ആകാശങ്ങൾ. പ്രകാശനല്ല ആകാശൻ. പണ്ട് കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാര് കല്യാണം കഴിഞ്ഞ രാജ്ഞിമാരെ അമ്മച്ചി എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അപ്പം രാജ്ഞിമാര് താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരാണിത്. അങ്ങനെയാണ് ഇതിന് അമ്മച്ചി കൊട്ടാരം എന്ന് പേര് വന്നത്. അപ്പം നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. ഇത് അമ്മ മഹാറാണിയുടെ നിയമസഭയായിരുന്നു. ഇപ്പം ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പിന്നെ ഇവിടെ കുറെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നു, അത് സിനിമ സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ഷൂട്ടിങ്ങിന്റെ എന്താ സാധനങ്ങളാണ് അതൊക്കെ ഇറങ്ങി. ഇത് 4 ഘട്ടം, 4 ഘട്ടം നടുമുറ്റമാ. നടുമുറ്റമൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കാൻ മൊത്തം. ഇവിടുന്ന് അങ്ങോട്ട് ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ ആയിരുന്നു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, അങ്ങോട്ടൊന്നും പോകത്തില്ല. ഇവിടെ ആയിരുന്നു മഹാറാണിമാരൊക്കെ ചുമ്മാ സമയം പോക്കിനൊക്കെ ആയിട്ട് ചുമ്മാ കൂടിയിരുന്നത്. അന്ന് ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പൊ അവര് ചുമ്മാ സംസാരിച്ചൊക്കെ കൂടിയിരുന്ന സ്ഥലം അത്. അതെ, ഇവിടെ മറ്റേ ഇത് ഇവിടെ മറ്റേ തീ കത്തിക്കുന്നത് ചൂടിന് വേണ്ടി, റൂമിന് വേണ്ടിട്ട് ചെയ്യുന്ന അതുണ്ടോ, മുകളിലേക്ക് മറ്റേ ചിമ്മിനി പോലെ പണിതേക്കുന്നത്. ഇത് അമ്മ മഹാറാണിയുടെ ബെഡ്റൂം ആയിരുന്നു. അപ്പൊ ഈ അമ്മച്ചി കൊട്ടാരത്തിന്റെ കാവൽ ഈ അണ്ണനാണ്. ഒരുപാട് വർഷമായി എവിടാന്ന് പറഞ്ഞ് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ കാട്ടിൽ. ഇത്ര വനത്തിലല്ലേ? അതെ, അതാണ്. ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. ഏത് സിനിമയിലെ? പിന്നെ ഏതാ വേറെ കാർബണ? കാർബല്ല എൻ്റെ സ്റ്റോറി. ഇവിടെ ലൂസിഫർ ഷൂട്ട് ചെയ്തല്ലേ? ലൂസിഫർ ഇവിടെ ഷൂട്ട് ചെയ്ത സ്റ്റണ്ട് സീൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ശരി. എവിടെയായിരുന്നു? കോട്ടയം. കോട്ടയം ഏറ്റുമാനൂർ. അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. സീലിംഗ് മൊത്തം തടിയാണ്ടോ, അകത്തൊക്കെ ഇതുപോലെ തടിയായിരുന്നു. തടിയൊന്നും അധികം പോയിട്ടൊന്നുമില്ല. തേക്കിൽ ഇത്ര വഴക്കുണ്ടോ അല്ലേ? ഇത് 1890 പണിത കൊട്ടാരം. ഇത് 136 വർഷം പഴക്കമുണ്ട്. ഇത് ഒരു 10-25 ഏക്കറിന് നടുക്കാണ് ഈ കൊട്ടാരം ഇരിക്കുന്നത്. ചുറ്റിനും കാടാ. എന്താ പ്രശ്നത്തിൽ കിടക്കുന്ന വല്ലോ ആയിരിക്കും. എന്തേലും ഇതുണ്ടാവും. ഇതെന്തായാലും അധികം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നുമില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അണ്ണൻ പറഞ്ഞ ഇതിപ്പോൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി
മേടിച്ചാണ് അവരുടെ ഇതിലാണെന്ന് പറഞ്ഞു. പക്ഷേ ആരും വരുന്നൊന്നുമില്ല, 10 വർഷമായിട്ട് ഇവിടെ ആരും ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല 10 വർഷമായിട്ട്. അപ്പം എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ കിടക്കുന്നതായിരിക്കും. കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ആരെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും. കാലൊക്കെ നല്ലപോലെ നോക്കിയിട്ട് കയറിക്കോ. അട്ട വല്ലതും കയറിയിട്ടുണ്ടോന്ന് നോക്കിക്കോ. ഇല്ലല്ലേ? കഴിഞ്ഞ ദിവസം ഒരു കടി കിട്ടിയതാ. എന്നാരി അട്ട 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 അങ്ങനെ കുറഞ്ഞാലൊന്നും പോകാനാ. നില്ല്. അതൊന്നും അവൻ്റെ പേടി പോട്ടെ. അടിക്കല്ലേ അവൻ്റെ പേടി പോട്ടെ. ഇല്ല പേടി പോക്കോട്ടെ. ഒന്ന് എന്നാ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒന്നും ചെയ്യത്തില്ല, നിക്ക്. ഒരു കുഴപ്പമില്ല, നീ കാല് കാത്തു വെച്ചേ, ഒന്നും സംഭവിക്കാനില്ല. അങ്കിൾ നിക്ക്, ഇത് അടിക്കാനൊന്നും നിന്നതാ. നിക്ക് സമാധാനം. കേട്ടോ ഇപ്പൊ സമാധാനായി. ഒന്നുമില്ല, സമാധാനം. അത് കടിക്കുന്ന നല്ല, അതൊരു ട്രീറ്റ്മെന്റാ. ഇപ്പൊ അത് തമാശ അല്ല. കുടിക്കത്തുള്ളൂ. ഡാൻസ് കളിക്കാന്നാണ് പറഞ്ഞത്. വണ്ടി വരുന്നു. ഡാൻസ് അല്ല, വണ്ടി. ആണ്ട ഉപ്പിടായിരുന്ന ഒന്നുമില്ലെന്നേ. മോഹം കണ്ടോ? പേടിക്കാതെ അത് പോവും. ഇപ്പൊ അങ്ങ് പറഞ്ഞങ്ങ് പോവും. അതിനൊന്ന് പറഞ്ഞു പോകാനുള്ള സമയം. ചേട്ടാ ചോര കണ്ടിട്ടില്ല നീ? എനിക്കറിയാമായിരുന്നു നിന്റെ കാലം കാണുന്നത്. എന്നാന്നറിയോ, ഈ പുല്ലത്തോടെ അതിലെ എല്ലാം ഇറങ്ങിപ്പോകും നോക്കാതെ. അടുത്ത കാലയിലും കാണും മിക്കവാറും. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു പോയേക്കാം. ഒന്നുകൂടെ റിവേഴ്സ് എടുക്കണം. അവർ കമ്പ് കിടപ്പുണ്ടേ, കമ്പുണ്ട്. അപ്പോൾ അതെ, തിരിച്ച് നമ്മൾ KK റോഡിലെത്തി. ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക്. ഇവിടുന്ന് നേരെ നമുക്കേ കുട്ടിക്കാനത്ത് നേരെ നമുക്ക് പരുന്തുംപാറ പോവാം. കുട്ടിക്കാനം എപ്പോഴും കോടമഞ്ഞും തണുപ്പുമുള്ള സ്ഥലമാണ്. ചിലപ്പം മിക്കവാറും ചാറ്റമഴയും. ഇന്ന് ഏതൊക്കെയാലും ഇവിടെ പക്ഷേ മഴ കുറവായിരുന്നു. നമ്മൾ പാഞ്ചാലി മേട്ടിലെയും ഒക്കെ വെച്ച് കുറവായിരുന്നു. ഇന്ന് നമുക്ക് ഒത്തിരി ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കണ്ടു. കുറേ പേരെയൊന്നും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതായത് ഈ മഴയും മഞ്ഞും ഒക്കെ അത് ആസ്വദിക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിരുന്നു. ചുമ്മാ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് വരും, ഇങ്ങനെ ഒന്ന് കറങ്ങിച്ച് വൈകുന്നേരം അങ്ങ് തിരിച്ചു പോകും. അത് തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ളവരെ കണ്ടു, കൊല്ലംകാരെ കണ്ടു, കോട്ടയംകാരെ കണ്ടു, അടൂരുകാരെ കണ്ടു, ഒത്തിരി പേരെ കണ്ടു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഹിൽ സ്റ്റേഷനാണ് കുട്ടിക്കാനം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500ഓളം അടി ഉയരത്തിലാണ് കുട്ടിക്കാനം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയത്തു നിന്നൊരു 20 കിലോമീറ്ററോളം മല കയറിയാണ് നമ്മൾ കുട്ടിക്കാനം എത്തുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ കുട്ടിക്കാനത്ത് ഇഷ്ടം പോലെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ട്. തേയിലയും കാപ്പിയൊക്കെ കുട്ടിക്കാനത്ത് തന്നെയല്ല, ഏലപ്പാറ കട്ടപ്പന റൂട്ടിലും കുമളി പോകുന്ന റൂട്ടിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏലകൃഷിയുണ്ട്. കുട്ടിക്കാനത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ക്ലൈമറ്റാണ് ഇവിടുത്തെ. എപ്പോഴും നല്ല കോടമഞ്ഞും തണുപ്പും കാറ്റും മഴയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കുട്ടിക്കാനം. അപ്പം കുട്ടിക്കാനത്ത് നിന്ന് പരുന്തുംപാറ പോകാൻ നേരെ നമ്മൾ കുമളി റൂട്ടിൽ തന്നെയാണ് പോകണ്ടേ. പീരുമേട് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഇതാണ് കല്ലാർകവല. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പരുന്തുംപാറ കയറി പോകുന്നത്. നേരെ പോയാൽ കുമളി. ഈ മലകളുടെ എല്ലാം ഏകദേശം ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴേക്ക് അങ്ങനെ ഒത്തിരി മലകൾ കാണാം. പിന്നെ ഇവിടെ ഈ പരുന്തുംപാറ നിന്ന് നമുക്ക് മകരജ്യോതി ദർശിക്കാം. മകരജ്യോതി കത്തുമ്പോൾ ഇവിടെ കാണാം. ഇവിടെ അയ്യപ്പന്മാർ വരുന്ന സീസണിൽ. KK റോഡിൽ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട് പരുന്തുംപാറയിലേക്ക്, കല്ലാർകവലയിൽ നിന്ന്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ ടോൾ ഗേറ്റ്. ഇപ്പോൾ ആരുമില്ല, പകലേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ പരുന്തുംപാറ വന്ന് ഇവിടെ വണ്ടി ഒതുക്കിയിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ എന്റെ കലാപരിപാടിയിലോട്ട് കയറുക. എന്നാ ഇന്ന് ഉണ്ടാക്കുന്നത്? ചെമ്മീൻ ചാറ്, വറുത്തരച്ച് തീയൽ വെക്കാം. വറുത്തരച്ച് തീയലോ? ചെമ്മീൻ തീയൽ. മനസ്സിലായില്ലേ? തേങ്ങ ചേർക്കണം. അപ്പം അതിന് ഒരു ചിരവ് വേറെ മേടിച്ചിട്ടുണ്ട്. ആ, ഇരുന്നോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. നല്ല ചെലവാണ്. കൈച്ചെലവേ പണിയെടുത്ത് പഠിച്ചു വരുമായിരുന്നു. അല്ല, അത് മതിയെങ്കിൽ അതുകൊണ്ട്. അപ്പൊ നല്ല തണുപ്പൊക്കെയാ വെളിയില്. അപ്പൊ ഒരു കടുങ്കാപ്പി വെച്ചിട്ടുണ്ട്. കടുങ്കാപ്പി ഒരു കടുങ്കാപ്പി പിടിച്ചിട്ട് തുടങ്ങിയേക്കാം. അതെ. അതെ,
പിന്നെ പ്രേക്ഷകർക്കൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുത്തേട്ടൻ്റെ എപ്പോൾ ചെലവെടുത്താലും അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തന്നെ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. ഇന്നത്തെ പുതിയ ചെലവ് ഉദ്ഘാടനം ഞാൻ തന്നെ അങ്ങ് നിർവഹിക്കുക. വേഗം നടത്തിക്കോ. അല്ല, 2 ചരണേ ചേർന്നത്തുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ചേർന്നണം. ആഹാ, ഇതേതൊക്കെയാലും എളുപ്പമുണ്ടല്ലോ. നല്ലപോലെ ചേർന്ന് നിൽക്ക്. അങ്ങോട്ട് തള്ളിപ്പിടിച്ച് എനിക്ക് മുന്നോട്ട് തള്ളാനേ അറിയത്തുള്ളൂ. നിനക്ക് തള്ളാൻ നല്ല ഭാഷ ഉണ്ടല്ലോ എന്ന് ഓർത്താ. മറിക്കോ അവര്. ഇലക്ട്രിക് ചിരവേ ഉണ്ട്, അതുണ്ട്. പക്ഷെ അത് ഇച്ചിരൂടെ നമുക്ക് ഇതാ എളുപ്പം. നമ്മുടെ കയ്യിലുണ്ട് താനും. നമ്മുടെ കയ്യിലുണ്ട്, വീട്ടിൽ വെച്ചേക്ക, ഉപയോഗിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം കണ്ട് ഉപയോഗിച്ചിട്ട്. വറുക്കണ്ട തേങ്ങയായിരുന്നു, നല്ല മണി പോലെ ചിരണ്ടണായിരുന്നു. മണിയായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. കൊത്തൊന്നും വീഴാൻ പാടില്ല. അതിപ്പോ ഞാൻ തിന്നു തീർത്തോളൂ. എന്നാ പിന്നെ അത് മൊത്തം തിന്നു തീർക്കും. അടുത്ത തേങ്ങ ചേരണ്ട്. ഇല്ല, ആകെ 3-4 പീസ് എങ്ങാണ്ട് വീണിട്ടുള്ളൂ. 3-4 പീസേ വീണിട്ടുള്ളൂ. ഇത് മൊത്തം 3-4 പീസ. അല്ല, ഇതിപ്പോ 3-4 പീസ് എന്ന് വെച്ചാൽ അങ്ങനെ 3-4 പീസ് ഉണ്ട്. അപ്പൊ ചെമ്മീൻ വെട്ടി കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതിന്റെ നടുക്കത്തെ ഒരു ഞരമ്പുണ്ടല്ലോ, ചെമ്മീൻ വെട്ടാനില്ല, പൊളിക്കാനില്ല, അല്ല പൊളിച്ച് ക്ലീൻ ആക്കി കൊണ്ടുവന്ന. അപ്പൊ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഞരമ്പുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് അത് മാറ്റിയിട്ട് കഴുകിയെടുക്കാം. ഇതേ വെന്ത് വരുമ്പോ കുറച്ചേ കാണത്തുള്ളൂ. ചെമ്മീൻ മേടിക്കുമ്പോ കുറെ കാണും, അത് തൊലി പൊളിച്ച് വരുമ്പോ കുറച്ച് കാണും. വെന്ത് വരുമ്പോ അതിലും കുറച്ച് കാണുള്ളൂ. അല്ല, ഇത് കുറച്ചേ കഴിച്ചാൽ മതി, ഒത്തിരി കഴിക്കാനും പറ്റില്ല. ഇല്ല, അല്ല ഇത് നമ്മള് തീയല് പോലെയുള്ള വെക്കുന്നേ. ഇന്നിപ്പോ ചെമ്മീൻ വറുത്തരച്ച് ചാറ് വെക്കാൻ നമ്മളിതേ തേങ്ങ എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, 2 നെല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, ഒരിത്തിരി എണ്ണ ഒഴിച്ചു. അപ്പൊ നമുക്ക് ഈ വറുക്കാൻ വെച്ചേക്കുന്ന ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കാം അല്ലേ? വറുത്തെടുക്കാം. എറണാകുളം സ്റ്റൈൽ കുക്കിംഗ് ആണോ കോട്ടയം സ്റ്റൈലാണോ? ഇത് എല്ലായിടവും വെക്കും, എല്ലായിടത്തും വെക്കുന്ന. വറുത്തരച്ച് ചെമ്മീൻ കറിയോ? തേങ്ങയെ പകുതി ഉണങ്ങി. ഇത് നല്ല പണിയാ, നല്ല സമയം എടുക്കുന്ന പണിയാ വറുത്തരക്കാന്ന് പറയുന്നത്. തീ കുറച്ചിട്ട് ഒട്ടും കരിയാതെ എല്ലായിടും ഒരുപോലെ വറുത്തെടുക്കണം. അതാണ് സമയം എടുക്കുന്നത്. അപ്പൊ തേങ്ങ എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, അതെ എനിക്ക് മല്ലിപ്പൊടിയാണോ മുളക് പൊടിയാണോന്ന്, അല്ല കുരുമുളക് പൊടിയാണോന്നൊരു സംശയം വന്നത്. അത് മല്ലിയാ? അതെ. ഇങ്ങനെ എടുത്തപ്പോഴേ വെട്ട പിടിച്ചപ്പോഴത്തേനും ഒരു സംശയം. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇച്ചിരി ഏറെ ചേർക്കാം, അല്ലെങ്കിൽ ചെമ്മീനെ മധുരിക്കും. അങ്ങനെയാണെങ്കിൽ ചായ ഇടുമ്പോൾ ഒരു ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്താൽ പഞ്ചസാരയുടെ കാശിലാവുക. പഞ്ചസാര മേടിക്കുന്ന ലാഭം, ചെമ്മീന് കൂടുതലാണ് വരാം. ഒരു കാര്യം ചെയ്യും, ഇവന് രാവിലെ ചായ എടുക്കുമ്പോൾ ചെമ്മീൻ ഉറങ്ങിട്ട് കൊടുത്താല്. ചെമ്മീൻ ഇട്ട് തരും നാളെ. ഞാൻ ചുമ്മാ അതിശോക്തി പറഞ്ഞതേ പറയാൻ പറ്റത്തില്ല. നാളെ ഈ ചായക്ക് ഇങ്ങനെയൊക്കെ ഐഡിയ ഒക്കെ ആയിരിക്കും അടുത്ത ചായ ആയിട്ട് വരുന്നത്. അതെ ശരിയാ. അപ്പൊ നമ്മൾ തേങ്ങ വറുത്ത് എടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അന്നേരത്തെ നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കട്ടെ. ഇത് കണ്ടോ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, ഇത് 3 ഇട്ട് ചെമ്മീനും കൂടി ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കും. അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഉപ്പ് ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും, വെന്തോളും. അതെ, അതൊരു ശകലം ഉപ്പും കൂടി ഇട്ട് അടച്ചു വെക്കാം. നമുക്ക് ഉപ്പിട്ടേ അടച്ചു വെക്കാന്ന് വിചാരിച്ചാൽ അടപ്പെടുക്കാൻ പോയപ്പോൾ ഒരു കാര്യം ഓർത്തെ, ഇതിനകത്ത് വാളംപുളിയാ ഇടേണ്ടത്. വാളംപുളി എടുത്തില്ല. അപ്പം കുടംപുളി ഇട്ടു. അപ്പൊ വേവിക്കുമ്പോ തന്നെ കുടംപുളി കൂടി ഇട്ട് വേവിച്ച ചെമ്മീന് പുളി പിടിക്കും. പുളി പാകത്തിനേ ഇടാവുള്ളൂ കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പുളി ഇഷ്ടമാണെന്ന് വിചാരിച്ചു ഇല്ല, കുറച്ചേ പുളി ഇട്ടിട്ടുള്ളൂ. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാവേ, അല്ലെങ്കിൽ വെളുത്തിരിക്കും ചെമ്മീൻ. ഇതിപ്പോ ഓരോന്ന് ഓർത്തോർത്ത് വരുവാണോ? അല്ല, മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്ന. വറുത്ത് വെച്ച തേങ്ങയുടെ ചൂടൊക്കെ ആറി ഇനി നമുക്ക് അരച്ചെടുക്കാം. ഒരു തരി വെള്ളം ഒഴിക്കാതെ നല്ലപോലെ അരച്ചെടുക്കും. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇപ്പൊ നല്ല ഗ്രേവി പോലെ ആയല്ലോ. അങ്ങനെ അരച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇളക്കി ഇട്ടിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ചെമ്മീൻ നല്ലപോലെ വെന്തില്ല. വെള്ളം കണ്ടോ? വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലേ.
ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചിലര് അരപ്പ് അവസാനം ചേർക്കും, എന്നിട്ട് തിളപ്പിക്കുകയല്ല. പക്ഷെ ഞാനിപ്പൊ ചേർത്ത് കൊടുക്കും. ഈ അരപ്പിനകത്ത് കിടന്ന് ചെമ്മീൻ ഒന്നും കൂടെ വേഗണം. അപ്പൊ ചെമ്മീനിൽ ഈ എരിവും പുളിയൊക്കെ പിടിച്ചോളും. എരിവും പുളിയല്ല, എരിവ്. പുളി നേരത്തെ നമ്മൾ ഇട്ടായിരുന്നല്ലോ, അത് ഓൾറെഡി പിടിച്ചിട്ടുണ്ടാവും. അതെ. അപ്പൊ അതെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാ. കേട്ടോ, ഇതിനകത്ത് നമ്മള് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഈ അരപ്പ് വടിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ പോന്നോളും. അരപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് തിളപ്പിച്ച് ഒന്ന് പറ്റണം, അത്രയും മതി. മുത്തും ദാമിക്കുട്ടിയും കൂടെ ഏതാണ്ട് പാചകമൊക്കെ ചെയ്യാൻ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പൊ മുത്ത അങ്ങോട്ടും പോയി, ദാമിക്കുട്ടി ഉറങ്ങിയും പോയി. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ അടിച്ചു മാറ്റി വറക്കാൻ വെച്ചിട്ടുണ്ട്. അതെ, വറക്കാനായിട്ട് പാനൊക്കെ വെച്ച് നേരത്തെ ഞാൻ പെരട്ടി വെച്ചായിരുന്നു ചിക്കൻ എന്റെ ഇടയില്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ പുരട്ടി വെച്ചോ മുളക് പുരട്ടി വെച്ചോ? ചിക്കനല്ലേ? ചിക്കനിൽ മുളക് പുരട്ടി വെച്ചു. ഒറ്റ ട്രിപ്പ് വറക്കാനായിട്ട് മൊത്തം കൂടി. അതല്ലേ പിന്നെ സമയം പോകും. നമ്മുടെ ചെമ്മീൻ ചാറ് തീയല് നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില മാത്രം ഇട്ടാൽ മതി, ഉപ്പൊക്കെ കറക്റ്റാ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി, ചോറ് റെഡി. ഇനി ചിക്കനും കൂടെ വറക്കാറാകുമ്പോഴത്തേനും അവളുമാരും വരും. വറക്കാറാകുമ്പോഴല്ല, എല്ലാം തിരിഞ്ഞു പോകും. എല്ലാം തിരിഞ്ഞു. എന്താ എവിടെയോ എന്താ തലയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ചിക്കനും കൂടെ വറുത്ത് വരും. അവര് വരും. അവരവിടെ നിന്ന് പോന്നിട്ടുണ്ട്. എന്തേ രോഗി ഇതേ പുറകെ വരുന്നു. ആഹാ, ട്രിപ്പൊക്കെ ഇട്ടായിരുന്നോ? ട്രിപ്പ് ഇട്ടോണ്ട് എത്ര നേരം എടുത്ത്. കുറെ ഇരുന്ന് മടുത്തപ്പോ ഞങ്ങള് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റുമോന്ന് ചോദിച്ചു. പിന്നെ ഫാസ്റ്റ് ആയിട്ട് ഇട്ട്. പീരുമേട് പിന്നെ മറ്റേ താലൂക്ക് ഹോസ്പിറ്റൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടറും 2 നഴ്സുമാരും ഉണ്ടായിരുന്നുള്ളൂ കാഷ്വാലിറ്റിയിൽ. അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് കേസ് വന്നു. ഒരു 3-4 പേര് ഒന്നിച്ച് ആക്സിഡന്റ് ആയത്. കാഷ്വാലിറ്റി ഫുള്ള് ഫില്ലായിരുന്നു. കാർ ഇടിച്ചായിരുന്നു. അപ്പം 3-4 പേര് നേരെ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞിട്ട് പോലീസും ബഹളോ അതും ഇതും എല്ലായിരുന്നു. അതുകൊണ്ട് കുറെ നേരം പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ട്രിപ്പ് ഇട്ടു. ആദ്യം ഒന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കുറെ നേരം ഇരുന്നു. 1 മണിക്കൂർ ഇഞ്ചക്ഷൻ എടുത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ പെയിൻ കുറയാത്തോണ്ട് പിന്നെ ഒരു മെഡിസിനും തന്നിട്ട് ട്രിപ്പ് ഇടാന്നും പറഞ്ഞു. ഇവിടെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, കിടത്തിയില്ല, ഇരിക്കുവായിരുന്നു. ബെഡ് 3 പേരുണ്ടായിരുന്നു. ഒരു ബെഡയില് 3 പേരുണ്ട്. ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. അവിടെ 3 കട്ടിലുണ്ട്. 3 കട്ടിലും ഫുള്ളായിരുന്നു. ഇവളുടെ വീട്ടിൽ തന്നെ 3 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഇവരിങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നേരം പോക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതുകൊണ്ട് വെളിയിലായിരുന്നത്. അത് പേഷ്യൻസ് കൂടുതലാണ്ട് കൂടുതലെല്ലാം വെളിയിരിക്കാൻ പറ്റും. എന്നിട്ട് അറിയാവുന്നവരെല്ലാവരും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ ബെഡിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അത് പകുതി ട്രിപ്പ് ആയപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ എവിടെ കണ്ട് നല്ല പരിചയം, പിന്നെ സംസാരിക്കാൻ തുടങ്ങി എല്ലാരും. പിന്നെ വീഡിയോ കണ്ടിട്ടുള്ളവരായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരും അതായിരുന്നു. പിന്നെ വെളിയിൽ നിന്ന് അറ്റൻഡർ ചേട്ടന്മാരൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളായിരുന്നു. സംസാരിച്ച് നിന്നു. അറിയാവുന്നവരുണ്ടായിരുന്നു. രസമായിരുന്നു. ആദ്യം ഉണ്ടല്ലോ ആ ആക്സിഡന്റ് കേസ് വന്നപ്പോ ഞാൻ ചോദിച്ചു ഇവളുടെ ബോധം ആദ്യം പോവായിരിക്കും. എനിക്ക് അവിടുത്തെ ടെൻഷൻ കണ്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ ദൈവമേ നന്നായി മെഡിക്കൽ ഫീൽഡൊന്നും എടുക്കാഞ്ഞത്. എന്നുവെച്ച് അത് നല്ല സീരിയസ് സീരിയസ് ആണ്. ഒരു ചെറുക്കനാണ് കിടന്ന് വിറയ്ക്കണം. അതിന് തലയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ അതിന് വേറെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ആക്സിഡന്റ് ഉണ്ടായി. കൈയൊക്കെ ഒടിഞ്ഞു എല്ലാം വന്നപ്പോ ഫുള്ള് ചോര, ദേഹത്തൊക്കെ ചോര, മൊത്തത്തിൽ ചോര, ബെഡിലൊക്കെ ചോര. എനിക്കത് കാണുമ്പോ ഇങ്ങനെ കുളിരി പൊന്നിങ്ങനെ ടെൻഷൻ. എന്നിട്ട് ഇങ്ങനെ ഇവരെങ്ങനെ ഇതില് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ നേഴ്സുമാരുണ്ടാക്കണ. പക്ഷെ ആദ്യം കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമല്ല. അതെ, ഞാൻ പറഞ്ഞു പൊന്നിക്ക് ഇവരെങ്ങനെ അതിനിടയ്ക്ക് അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ഇവർക്ക് എങ്ങനെ ഇത് സംസാരിക്കും? ഇവിടെ തന്നെ പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് ഓടും. ഞാൻ പറഞ്ഞു അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് പറഞ്ഞു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട് നിൽക്കുന്നിടയ്ക്ക് പിന്നെ പെട്ടെന്ന് പോയി ഇത് അറ്റൻഡ് ചെയ്യണോ. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത്. അല്ല, അവരെന്നും ഇതല്ലേ കാണുന്നേ. ഞാൻ പറഞ്ഞു അവരുടെ വർക്ക് പ്ലേസ് ആയിരുന്നു. അതുമല്ല, അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിനു മുമ്പേ ഈ വണ്ടി ഓടിക്കുമ്പോഴാണേലും ഇത് വന്നു കഴിയുമ്പോഴേ അനുഭവം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കണമെന്നും മദ്യപിച്ച് ഓടിക്കാൻ പാടില്ലെന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിയമം അനുസരിച്ച് ഓടിക്കണമെന്നും ഒക്കെ പറയുന്നത്. എന്തേലും പറ്റി കഴിഞ്ഞപ്പം ഒരു അപകടം ഉണ്ടായി, നമുക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലും പറ്റിയാൽ ഒരിക്കലും പഴയ പോലുള്ള ആ ഒരു ഇത് കിട്ടത്തില്ല. ഒടിയുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങള് ബട്ടർ ഗാർലിക് ചിക്കൻ ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഇതാണ് എന്റെ ബട്ടർ ഗാർലിക് ചിക്കൻ.
താൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്തു. കൊച്ചാറിന് ഐഡിയ ആയിരിക്കും അല്ലേ? യെസ്, എനിക്ക് തോന്നി. ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി. ഉറങ്ങിയോ? വെറുതെ ആണ് രണ്ടുപേരും കാണാത്തെ. ദാമി ഉറങ്ങിയോ? ഉണ്ടായിരുന്നു ഉറക്കം ആണോ? കുക്ക് ചെയ്യാനുള്ളതിന് നടുവനക്കത്തില്ല, വളക്കത്തില്ല. വിജാഗിരി പിടിച്ച പോലെ കൊണ്ട് ഇങ്ങനെ കളിയാക്കി ചിലപ്പോ നോക്കിട്ട് കിട്ടും. എന്റെ ചോറ് തട്ടിക്കളയല്. വേദന എടുക്കുന്നുണ്ടോ? അല്ല, എക്സ്പ്രഷൻ ഇട്ടത് ഏട്ടൻ ഇരിക്കുന്നതിന്റെ എക്സ്പ്രഷൻ ഞാനാ ഇട്ടത്. ചിക്കൻ കറി അല്ല, ചിക്കൻ വറുത്തത്, സവോള അരിഞ്ഞത്, ചെമ്മീൻ തീയലും, പുളി ഇട്ട് വെച്ച ചെമ്മീൻ തീയലും. ഏട്ടന് വേണ്ടി പുളി 2 എണ്ണം കൂടുതൽ ഇട്ടേക്കുന്നത് മാറ്റി വെച്ചിട്ടുണ്ട് ചേട്ടായി പറഞ്ഞിട്ട്. ആ, ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടോ? നല്ല ചാറ. നല്ല ചാറൊന്നു. അല്ല, ചാറിന് ടേസ്റ്റ്, ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുതലാണ്. കുഴപ്പമില്ല, നല്ല കേട്ടോ. ഇങ്ങനെ കറി വെച്ച് ഞാൻ ആദ്യം കഴിക്കാം. ആണോ? ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലുണ്ടാക്കി എനിക്ക് തന്നിട്ടില്ല കേട്ടോ. ഇവര് പിന്നെ മൈൻഡ് ചെയ്യാറില്ല. അതെ, ഞാനും ചെമ്മീൻ റോസ്റ്റ് കുഴപ്പമില്ല. അല്ല, തീയൽ വറുത്തരച്ച് വെച്ച വറുത്തരച്ച് വെക്കുന്നതാണല്ലോ തീയൽ. തീയൽ, അതെ. ഇങ്ങനെ കോഴിക്കറി വെക്കാൻ പറ്റുമോ? പിന്നെ കോഴി വറുത്തരച്ച് വെക്കുന്നില്ലേ? ചെമ്മീൻ കോഴി ഇട്ടാണ് അത്രേ ഉള്ളൂ. മീനും വെക്കാൻ പറ്റും. എല്ലാം വെക്കാം. എങ്ങനെയുണ്ട്? അനക്കമില്ല, സൗണ്ട് ഒന്നും ഇല്ലല്ലോ. അല്ല, നടുവിനല്ലേ പ്രശ്നം? മസിൽ പിടിച്ചിരുന്നു ഫുഡ് കഴിക്കണം. വെളിയിൽ നല്ല കാറ്റും തണുപ്പും. അതെ, ബൈ. ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിരിച്ചു. അതെ, ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ മതി. അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റും. വെളിയിൽ കിടന്നുറങ്ങണം. കുറച്ചു നേരം വെളിയിലിരുന്ന് നമുക്ക് കട്ടിലിങ്ങാനും ഉണ്ടായിരുന്നു. ഇവിടെ ഇട്ടിട്ട് കുറച്ചു നേരം ഇരിക്കായിരുന്നു. നല്ല ക്ലൈമറ്റാ. കോട കയറുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇപ്പോഴും. അപ്പം ഇനി ഇടുക്കിയിലൂടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. അതെ.